ഹായ് എവരി വൺ, എവർക്കും നമസ്കാരം. ഐപസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഡിസംബർ സർക്കിളിലെ നെറ്റ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിന്റെ PYQ ഡിസ്കഷന്റെ പാർട്ട് 2 ക്ലാസ് ആണ്. 5 ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ തുടർച്ച എന്നോണമുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. റെഡിയല്ലേ എല്ലാവരും? യെസ്. അപ്പോൾ കഴിഞ്ഞ ചോദ്യങ്ങളുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിരിക്കുന്നത്. 6ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. മോശമല്ലാത്ത രീതിയിൽ 10ലധികം ചേരുംപടി ചേർക്കലുകൾ ഇപ്രാവശ്യത്തെ ചോദ്യ പേപ്പറിലും ഉണ്ടായിരുന്നു. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ആൻസർ പറഞ്ഞേ. ഇതെന്താണ്, ഏത് മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലെ? സിനിമയെ മുൻനിർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. നെറ്റിന്റെ സിലബസിലെ യൂണിറ്റ് 4 ദൃശ്യകലാ സാഹിത്യത്തിലാണ് സിനിമ നമുക്ക് പഠിക്കാനുള്ളത്. സിനിമയിലെ കഥാപാത്രങ്ങൾ, സിനിമയിലെ കഥാപാത്രങ്ങൾ എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. പറയൂ. അജയൻ, സീത, ശങ്കരൻകുട്ടി, രാജമ്മ, കൊടിയേറ്റം, അനന്തരം, എലിപ്പത്തായം, സ്വയംവരം. ഏകദേശം ഏതെങ്കിലും ഒരു സിനിമ കിട്ടുന്നുണ്ട് പറഞ്ഞേ മക്കളെ. ഏകദേശം ആൻസർ എ ആണ് എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. എ ആണ് ആൻസർ എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. ബാക്കിയുള്ളവരും കൂടി പറഞ്ഞേ, നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ ഏത് തന്നെയാണെങ്കിലും വിളിച്ചു പറയുക. 1 ഷംനാദ് പറയുന്ന ആവണിയും ഓപ്ഷൻ എ, അതായത് 1 ABCD 1 2 3 4 ഏതാണെങ്കിലും കുഴപ്പമില്ല, ഉത്തരം പറഞ്ഞാൽ മതി. ഒന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ. കൊടിയേറ്റം സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമയാണ് അല്ലെ? കൊടിയേറ്റം സിനിമ സാധാരണയായിട്ട് സിനിമകള് കാലഗണനാക്രമത്തിൽ അനുസരിച്ചിട്ട് നമുക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. കൊടിയേറ്റം സിനിമ 1978 ആണ്. 1978 പുറത്തിറങ്ങിയ സിനിമയാണ് കൊടിയേറ്റം. അടൂർ ഗോപാലകൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1978 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് കൊടിയേറ്റം. അപ്പൊ സംവിധാനം ആരാ? അടൂർ ഗോപാലകൃഷ്ണൻ. രചന, സംവിധാനം. ഓക്കെ, കീവേഡ് മാത്രമാണ് കേട്ടോ എഴുതുന്നത്. മാത്രമല്ല ഭരത് ഗോപിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ കൂടിയാണ് ഏത്? കൊടിയേറ്റം. ഓക്കെ. അപ്പോ കൊടിയേറ്റത്തിലെ കഥാപാത്രം, ഭരത് ഗോപി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താ? ശങ്കരൻകുട്ടി എന്നാണ്. ശങ്കരൻകുട്ടിയാണ്. ഓക്കെ, ശങ്കരൻകുട്ടി. അപ്പൊ കൊടിയേറ്റത്തിലെ മറ്റു കഥാപാത്രങ്ങൾ ഏതൊക്കെയാ മക്കളെ? ശങ്കരൻകുട്ടി നമ്മൾ പറഞ്ഞു. ശങ്കരൻകുട്ടിയുടെ സഹോദരിയാണ് സരോജിനി. ഇനി ചിലപ്പോൾ അതാവും ചോദ്യം വരിക. ശങ്കരൻകുട്ടിയുടെ സഹോദരി സരോജിനി. ഓക്കെ. ഇനി ശങ്കരൻകുട്ടി വിവാഹം കഴിക്കുന്നത് നമ്മുടെ KPSC ലളിത് ചെയ്ത ക്യാരക്ടർ ശാന്തമ്മ. ഒരു ചോദ്യം കാണുമ്പോൾ അതിന്റെ ഉത്തരം മാത്രം നോക്കിയാൽ പോരാ, അതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇവരൊക്കെയാണ് കൊടിയേറ്റത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അതും കിട്ടി, സംവിധാനം കിട്ടി. ഇനി കൊടിയേറ്റവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അതേതാ? കൊടിയേറ്റവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്. ഏതെങ്കിലും സിനിമയുടെ അനുകൽപ്പനാണോ കൊടിയേറ്റം? ഏതെങ്കിലും സിനിമയുടെ അല്ല, ഏതെങ്കിലും കഥയുടെയോ നോവലിന്റെയോ അനുകൽപ്പനാണോ കൊടിയേറ്റം? ആണോ? അല്ലേ? അല്ല. ഇനി എനിക്ക് തെറ്റിയതാണോ? കൊടിയേറ്റല്ലേ അത്? അല്ല, എനിക്ക് തെറ്റിയതാണെന്ന് തോന്നുന്നു. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന് പറയുന്ന കഥയെ ആസ്പദമാക്കിയിട്ട് വന്നിട്ടുള്ള സിനിമ ഏതാ മക്കളെ? നിർമ്മാലിയാണല്ലോ അല്ലെ? എനിക്ക് തെറ്റിയതാ. ഓക്കെ. അടുത്തത് അനന്തരം. സോറി കേട്ടോ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അനന്തരം സിനിമ ആരുടെ സിനിമയാണ്? അനന്തരം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പഴയ സിനിമകളാണ്. നമ്മള് സാധാരണയായിട്ട് ഈ അവാർഡ് മൂവീസ് എന്ന ടൈറ്റിലില് പ്രബുദ്ധ മലയാളികൾ പല സിനിമകളെയും വിലയിരുത്താറുണ്ട്. അത്തരത്തിലുള്ള സിനിമകൾ ഏകദേശമൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അനന്തരം എന്നുള്ള സിനിമ
1987 അനന്തരം എന്നുള്ള സിനിമ വരുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത എന്താ? ഇതും അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയാണ്. രചനയും സംവിധാനവും ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അശോകനും ശോഭനയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത, ആത്മകഥ രീതിയിലുള്ള കഥ പറച്ചിലാണ് ഈ സിനിമയിലുള്ളത്. ആത്മകഥം, നായകന്റെ ആത്മകഥം, അതാണ് ഈ സിനിമയിലുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതിലെ അശോകനെ അവതരിപ്പിച്ച കഥാപാത്രമാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അനന്തരത്തിലെ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരാണ് അജയൻ. അജയൻ കേട്ടോ. അനന്തരത്തിലെ കഥാപാത്രമാണ് അജയൻ. സിനിമാ നടൻ അശോകനാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി സുമംഗലി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ശോഭന അവതരിപ്പിച്ചിട്ടുണ്ട്. സുമംഗലി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ ശോഭന അവതരിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ബാലു എന്നുള്ള കഥാപാത്രമായിട്ട് മമ്മൂട്ടി എത്തുന്നുണ്ട്. ഡോക്ടർ ബാലു എന്ന കഥാപാത്രമായിട്ട് ആരെത്തുന്നുണ്ട്? മമ്മൂട്ടി എത്തുന്നുണ്ട്. ഓക്കെ, അനന്തരം. അടുത്തതും എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് എലിപ്പത്തായം. അടുത്ത സിനിമ ഏതാണ്? എലിപ്പത്തായം എന്നുള്ള സിനിമ. എലിപ്പത്തായത്തിന്റെ വർഷം ഏതാ? 1981. കഥ, തിരക്കഥ, സംവിധാനം ആരാണ്? അടൂരാണ്. ഇതും കഥയും തിരക്കഥയും സംവിധാനം ഉണ്ട്, കഥയുണ്ട്. കഥ, തിരക്കഥ, സംവിധാനം ആരാണ്? അടൂരാണ്. എലിപ്പത്തായം സിനിമ. എലിപ്പത്തായം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമയാണ് എലിപ്പത്തായം. 1981. 82 അല്ല, 82 കാൻസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചു. 81 പുറത്തിറങ്ങി എന്നുള്ളതാണ് എന്റെ ധാരണ. ഇനി അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ദിയ പറയുന്നത് 82 81 കേട്ടോ എന്റെ അറിവ്. ദിയ. ഓക്കെ, എലിപ്പത്തായം സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ. ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ ധാരാളം ലഭിച്ചിട്ടുള്ള സിനിമയാണ്. 82 തന്നെയാണ് അല്ലേ? ഓക്കെ, ഞാൻ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ. എലിപ്പത്തായത്തിലെ കഥാപാത്രത്തിന്റെ പേരെന്താ? മക്കളെ? എലിപ്പത്തായത്തിലെ കഥാപാത്രത്തിന്റെ പേര്? എലിപ്പത്തായത്തിലെ കഥാപാത്രത്തിന്റെ പേരറിയോ? പറഞ്ഞേ. എലിപ്പത്തായത്തിലെ കഥാപാത്രത്തിന്റെ പേര് തന്നിരിക്കുന്നതിലെ എലിപ്പത്തായത്തിലെ കഥാപാത്രത്തിന്റെ പേരെന്താ? ഒന്ന് പറയാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയേ. എലിപ്പത്തായം. സീത ആണോ? സീതയാണോ? രാജമ്മയാണോ? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടല്ലോ. സീതയാണോ രാജമ്മയാണോ? എലിപ്പത്തായം രാജമ്മ ആണോ? രാജമ്മ കേട്ടോ. രാജമ്മ എലിപ്പത്തായത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് രാജമ്മ. ഓക്കെ, സ്വയംവരം. അടുത്ത സിനിമയാണ് ഇത്. സ്വയംവരം 1972 ഓക്കെ. ഇതിന്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ്? അടൂരാണ്. പക്ഷെ ഇതിന്റെ കഥയും തിരക്കഥയും KP കുമാരനോടൊപ്പമാണ്. ഒരു കൂട്ട് കഥയും തിരക്കഥയുമാണ് സ്വയംവരത്തിനുള്ളത്. 1972 അടൂര്. ഓക്കെ, സ്വയംവരത്തിലെ കഥാപാത്രത്തിന്റെ പേരെന്താ? സീത. സ്വയംവരത്തിലെ കഥാപാത്രത്തിന്റെ പേര് സീത. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണ് സ്വയംവരം കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഏത് സിനിമയ്ക്ക്? സ്വയംവരം എന്നുള്ള സിനിമയ്ക്ക്. ഇതൊരു PSC ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് പലപ്പോഴും വരാറുള്ളത്. മലയാളത്തിൽ നവതരംഗ സിനിമയുടെ തുടക്കം കുറിച്ച ചലച്ചിത്രം. മലയാളത്തിൽ നവതരംഗ സിനിമയുടെ തുടക്കം കുറിച്ച ചലച്ചിത്രമായിട്ട് കണക്കാക്കപ്പെടുന്ന സിനിമയാണ് സ്വയംവരം. ഓക്കെ, വിശ്വവും സീതയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. വിശ്വം, സീത.
മധുവും ശാരദയുമാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, സ്വയംവരം. അപ്പൊ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പേരാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളുടെ ഓർഡർ നമ്മൾ പഠിച്ചു വെക്കണ്ടേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളുടെ ഓർഡർ പറഞ്ഞാൽ എഴുതിയെടുക്കാമോ? പറഞ്ഞാൽ എഴുതിയെടുക്കാമല്ലോ എല്ലാവർക്കും. സ്വയംവരം 1972. സ്വയംവരം 1972. സ്വയംവരം 1972 ഏത് സിനിമ വരുന്നത്? സ്വയംവരം വരുന്നത്. ഓക്കെ. കൊടിയേറ്റം 1977. കൊടിയേറ്റം 1977. എലിപ്പത്തായം 1981. എലിപ്പത്തായം 1981. അതൊരു ഡൗട്ട് പറയുന്നുണ്ട് കേട്ടോ, ഞാനതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പറയാം. എന്തായാലും 81 എഴുതൂ. മുഖാമുഖം 1984. മുഖാമുഖം 1984. അനന്തരം 1987. അനന്തരം 1987. മതിലുകൾ 1989. മതിലുകൾ 1989. വിധേയൻ 1993. വിധേയൻ 1993. കഥാപുരുഷൻ 1995. കഥാപുരുഷൻ 1995. നിഴൽക്കുത്ത് എന്നല്ല, നിഴൽക്കുത്ത് 2003. 4 പെണ്ണുങ്ങൾ 2007. നിഴൽക്കുത്ത് 2003. 4 പെണ്ണുങ്ങൾ 2007. ഒരു പെണ്ണും 2 ആണും 2008. ഒരു പെണ്ണും 2 ആണും 2008. പിന്നെയും എന്നുള്ള സിനിമ 2016. പിന്നെയും എന്നുള്ള സിനിമ 2016. പിന്നെയും എന്നുള്ള സിനിമ 2016. അപ്പൊ അടൂര് കഥാ തിരക്കഥ സംവിധാനമാണ് മിക്ക സിനിമകൾക്കും ചെയ്തിട്ടുള്ളത്. അതിലെ നമ്മൾ ഒരു സിനിമ മാത്രം നമുക്ക് മാറ്റി നിർത്താനുള്ളത് ഏതാണ്? സ്വയംവരാണ്. അതിന്റെ കഥയും തിരക്കഥയും KP കുമാരനോടൊപ്പമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, KP കുമാരനോടൊപ്പം. ഓക്കെ. അതുപോലെ 4 പെണ്ണുങ്ങൾ ഒരു പെണ്ണും 2 ആണും പിന്നെയും ഈ സിനിമകളുടെ തിരക്കഥയും സംവിധാനവുമാണ്. ഈ സിനിമകളുടെ തിരക്കഥയും സംവിധാനവുമാണ്. അതൊന്നും അങ്ങനെ കുത്തി ചോദിക്കാറില്ല. ഓക്കെ. അടൂരിന്റെ ചലച്ചിത്രങ്ങൾ കാലഗണനാക്രമം സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അടൂരിന്റെ സിനിമകളിലെ കഥാപാത്രങ്ങൾ ദാ ഇപ്പൊ ചോദിച്ചിരിക്കുന്നു. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ക്ലിയർ ആയില്ലേ? ഇനി അടൂരിന്റെ സിനിമ റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. യെസ്. അടുത്തതിലേക്ക് പോകാലോ. യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ 1 തന്നെയാണ്. ഓപ്ഷൻ എ, ഓപ്ഷൻ 1 തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിണ്ടാതിരിക്കുന്ന മടിയൻ കുട്ടികളെ നിങ്ങളെ ഞാൻ എന്താ വേണ്ടത്? PG കോളേജിലൊക്കെ ടീച്ചേഴ്സായിട്ട് പോകാനുള്ളവരാണ് മടി പിടിച്ചിരിക്കുന്നത്. മോശം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. ദാ പിടിച്ചോ. വ്യാകരണത്തിൽ നിന്നൊരു ചോദ്യം. എല്ലാവരും ഉത്തരം പറയണേ. കേട്ടോ. എല്ലാവരും നിർബന്ധമായിട്ട് ഉത്തരം പറയണേ, മറക്കരുത്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു ചെറിയ റേഞ്ച് ഇഷ്യൂ കാണുന്നുണ്ട്. ഞാനത് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അതിന്റെ ഉള്ളിൽ ഈ ആൻസർ എല്ലാവരും ഒന്ന് നോക്കണേ. സുമയും ഐസ ടീച്ചറൊക്കെ ഓപ്ഷൻ 4 പറയുന്നുണ്ട്. നൗഷാദും വിദു ടീച്ചറും പറയുന്നുണ്ട്. ഹരിത, അമല, നിരഞ്ജന എല്ലാവരും ഓപ്ഷൻ 4 ആണ് പറയുന്നത്. ഇത് വ്യാകരണത്തിലെ ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യം മക്കളെ? ഒന്ന് പറഞ്ഞേ. ഈ സാങ്ക്യം, സാർവനാമികം, ശുദ്ധം എന്നൊക്കെ പറയുന്നത് എന്താണ്?
പറയൂ പറയൂ, വേഗം പറയൂ. വിശേഷണങ്ങളാണോ? അല്ലല്ലോ, വിശേഷണമല്ലല്ലോ ഇത്. ഭേദകമാണോ? ഭേദകാണോ? വ്യാകരണത്തിലെ ഭേദകം നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? ശുദ്ധ ഭേദകത്തിന് ഉദാഹരണം ഏതാ? ചെറുവാണ് ശുദ്ധ ഭേദകത്തിന് ഉദാഹരണം എന്ന് പറയുന്നുണ്ട്. അടുത്തത് സാർവനാമികം. ശുദ്ധം ചെറു എന്ന് പറഞ്ഞു. സാർവനാമികം ഏതാ മക്കളെ? സാർവനാമികം ഒന്ന് പറഞ്ഞേ. അവൻ എന്നുള്ളതാണ് സാർവനാമികം. സാർവനാമികം സർവത്തിനു നാമമായ നാമമാണ് സാർവനാമികം അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, റേഞ്ചിന്റെ ഇഷ്യൂ നന്നായിട്ടുള്ളത് കൊണ്ടാണ്. അവൻ, ഇവൻ, എവൻ എന്നുള്ളതൊക്കെ എന്താണ്? സാർവനാമികങ്ങളാണ്. സ്ക്രീനും വോയിസും ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ വൈഫൈയുടെ മോഡ് മാറ്റിയിട്ടുണ്ട്. ഒട്ടും റേഞ്ച് കിട്ടാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ 1 മിനിറ്റ് എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. ശുദ്ധം ചെറുവാണെന്ന് പറഞ്ഞു. സാർവനാമികം നമ്മൾ പറഞ്ഞു. എന്താണ് സാർവനാമികം? അവൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് സാംഖ്യം. പറഞ്ഞേ സാംഖ്യം. സാംഖ്യം ഒന്ന് പറഞ്ഞേ മക്കളെ. സാംഖ്യം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഒരു ആണ് സാംഖ്യം എന്നാണ് പറയുന്നത്. ഒരു എന്നതാണ് സാംഖ്യം. ഓക്കെ, പാരിമാണികം ഏതാ? പാരിമാണികം എന്ന വിഭാഗത്തിൽ പെടുന്നത് ഏതാ? നാഴി. ഓക്കെ, അപ്പോ ഭേദകങ്ങള് എക്സാം ഓറിയന്റഡ് ആയിട്ട് വ്യാകരണം എന്നുള്ള ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും എന്താണ് ഭേദകങ്ങള് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. എന്താണ് ഭേദകങ്ങൾ എന്ന് പറയുന്നത്? ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് ഭേദപ്പെടുത്തുന്നത്, വ്യത്യസ്തപ്പെടുത്തി കാണിക്കുന്നതാണ് ഭേദകം അല്ലെ? ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ ഒരു ആശയത്തെയോ പ്രവൃത്തിയെയോ ഒക്കെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തി കാണിക്കുന്ന ശബ്ദത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഭേദകം എന്ന് വിളിക്കുന്നു അല്ലെ മക്കളെ? വാചക ശബ്ദങ്ങളെ നമ്മൾ 3ആയി തിരിക്കുന്നു. വ്യാകരണത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഭേദകം, ക്രിയ, നാമം. അപ്പൊ ഇതിലെ ഭേദകങ്ങളുടെ ഉൾപ്പിരിവുകളാണ് നമുക്കിനി നോക്കാനുള്ളത്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തി കാണിക്കുന്നതാണ് ഭേദകം. എത്ര ഭേദക വിഭാഗങ്ങൾ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്? 7 എണ്ണാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് അല്ലെ? ശുദ്ധം, സാർവനാമികം, സാംഖ്യം, പാരിമാണികം, വിഭാവകം, നാമാങ്കജം, ക്രിയാങ്കജം. ഇതും കൂടി നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ഭേദകങ്ങളുടെ ഉൾപ്പിരിവുകളില്. പക്ഷെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് അല്ലെ? ശുദ്ധം ഭേദകത്തിന്റെ പ്രത്യേകത എന്താ? ശുദ്ധ ഭേദകത്തിന്റെ പ്രത്യേകത എന്താ മക്കളെ? ശുദ്ധ ഭേദകത്തിന്റെ പ്രത്യേകത എന്താ? ശുദ്ധം എന്ന് വെച്ചാൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ശുദ്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ശുദ്ധം എന്നുള്ളത് ഏതാണ്? ചെറുവാണെന്ന് പറഞ്ഞു അല്ലെ? ശുദ്ധം എന്നുള്ളത് ചെറുവാണ് എന്ന് നമ്മൾ പറഞ്ഞു. ശുദ്ധം ചെറുവാണ്. ആണോ? ശുദ്ധം ചെറുവാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഓക്കെ, അപ്പോ B1 എന്ന് കിട്ടി. B1 ഉള്ളത് 3 എണ്ണം ഉണ്ട്. എലിമിനേഷൻ മെത്തേഡ് നമുക്ക് നടക്കില്ല. ഓക്കെ, ഇനി സാർവനാമികം എന്ന് വെച്ചാൽ എന്താ? സർവത്തിനും നാമമായ നാമമാണ് സാർവനാമികം അല്ലെ? സർവത്തിന്. അപ്പൊ ഇതിലെന്താണ്? അവൻ, ഇവൻ, എവൻ, അവിടെ, ഇവിടെ, എവിടെ, ഇതൊക്കെ എന്താണ്? സാർവനാമികമാണ്. അല്ലെങ്കിൽ ഒന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന ചുട്ടെഴുത്തുകളാണ് സർവനാമങ്ങൾ. അവൻ ഇല്ലേ, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി D2 ആണെന്ന് കിട്ടി. അപ്പൊ തന്നെ നമുക്ക് ആൻസർ വന്നു ഓപ്ഷൻ 4 ആണെന്ന് അല്ലെ? ഓപ്ഷൻ 4 ആണ് എന്നുള്ളത് നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടി. അപ്പൊ ഇനി നമ്മള് ഭേദകങ്ങളുടെ ഉൾപ്പിരിവുകളിലേക്ക് കടക്കട്ടെ. ഇത് കുറച്ച് തിയററ്റിക്കൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നതല്ലേ നല്ലത്? യെസ്. അപ്പോൾ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ആദ്യം നോക്കാനുള്ളത് ശുദ്ധ ഭേദകമാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ശുദ്ധമായി നിന്നുകൊണ്ട് മറ്റു ശബ്ദങ്ങളെ വിശേഷിപ്പിക്കുന്ന ഭേദകമാണ് ശുദ്ധം.
വിശേഷിപ്പിക്കുന്ന ഭേദകമാണ് ശുദ്ധം. നാമങ്ങളെയാണ് ഈ ഭേദക ശബ്ദം അധികം വിശേഷിപ്പിക്കുന്നത്. നാമങ്ങളെയാണ് ശുദ്ധ ഭേദകം കൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. നൽ, തിരു, ചെറു, വൻ, ചെം, തു, പുതു, പൈ, കരി തുടങ്ങിയവയെല്ലാം തന്നെ ശുദ്ധഭേദകങ്ങളാണ്. നന്മുത്ത്, നൽമുത്ത്, തിരുവാഭരണം, തിരുവാവണിരാവ്, ചെറുപുഞ്ചിരി, ചെറുപയർ, വൻമതിൽ, വൻപയർ, ചെഞ്ചുണ്ട്, ചെമ്മാനം, തൂവെള്ള, പുതുപ്പണം. ഇതൊക്കെ എന്താണ്? ശുദ്ധഭേദകങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ശുദ്ധഭേദകം കിട്ടിയോ? ശുദ്ധഭേദകം കിട്ടിയോ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ശുദ്ധഭേദകം ഇമ്പോർട്ടന്റ് ആണ്. ചെറുപുഞ്ചിരി, ചെറുപയറ്, വൻമതില്, ചെഞ്ചുണ്ട്, തൂവെള്ള, തിരുവാഭരണം ഇതൊക്കെ എന്താണ്? ശുദ്ധഭേദകങ്ങളാണ്. ശുദ്ധമായി നിന്നുകൊണ്ട് മറ്റൊരു ശബ്ദത്തെ വിശേഷിപ്പിക്കുന്നു. നാമങ്ങളുടെ കൂടെയാണ് ഈ ഭേദക ശബ്ദം അധികം നിൽക്കാറുള്ളത്. ശുദ്ധഭേദകം. അടുത്തത് സാർവനാമികം. നമ്മൾ പറഞ്ഞു സർവനാമങ്ങളെ നമ്മൾ ചുട്ടെഴുത്തുകൾ, ചൂണ്ടിക്കാണിച്ചു വരുന്ന എഴുത്തുകൾ, ആ, ഇ, എ എന്നീ പ്രത്യയങ്ങൾ വിശേഷണമായി വരുന്നവ നമ്മൾ പറയാറുണ്ട് അല്ലെ. അക്കാലം, ഇക്കാലം, എക്കാലം, അവിടം, ഇവിടം, അവൻ, എവൻ, ഇവൻ ഇല്ലേ. ഇങ്ങനെ ഒന്നിനെ ചൂണ്ടിക്കാണിച്ച് അത്, ഇത്, ഏത്, അവിടെ, ഇവിടെ, എവിടെ ഇങ്ങനെ ഒന്നിനെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയാവുന്ന എഴുത്തുകളെയാണ് ചുട്ടെഴുത്തുകൾ എന്ന് പറയുന്നത്, സർവനാമങ്ങൾ എന്ന് പറയുന്നത്. ഈ സർവനാമങ്ങളാണ് വിശേഷണ സ്ഥാനത്ത് വരുന്നത് എങ്കിൽ അവയെ നമ്മൾ സർവനാമികം എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഭേദകങ്ങളുടെ ഉൾപ്പിരിവുകളിലെ സർവനാമികം ഓർ സാർവനാമികം. അടുത്തത് സാഖ്യം. പേര് സൂചിപ്പിക്കുന്നത് പോലെ സംഖ്യാനാമങ്ങൾ, സംഖ്യാവാചി ശബ്ദങ്ങൾ വിശേഷണമായി വരുന്നതാണ് ഏത്? സാഖ്യഭേദകം. ഒരാൾ, ഇരുനില, മൂവർണം, നാൽക്കവല, അഞ്ചക്കം, പഞ്ചതന്ത്രം. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതൊക്കെ ഒന്ന് പറഞ്ഞേ. സാഖ്യഭേദകങ്ങൾക്ക് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവയൊക്കെ ഒന്ന് പറഞ്ഞേ. പറഞ്ഞേ. അക്ഷര, ആരതി, ആര്യ, ആതിര. ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത എല്ലാവരും. ജ്യോത്സ്ന, നീരജ, മിഥുൻ, മീനു പറയൂ. മീനു, സ്മൃതി ടീച്ചറെ പറഞ്ഞേ. ഇതുപോലെ സാഖ്യഭേദകം. മുക്കണ്ണൻ, ദിയ, വെരി ഗുഡ് ദിയ. മുക്കണ്ണൻ, ആൽവിൻ സാറും ദിയയും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. ത്രിമൂർത്തി, ദീപ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാടുണ്ടല്ലോ. സപ്തസ്വരങ്ങൾ, നവരസങ്ങൾ, നാൻമുഖൻ, പിന്നെ നവരസം, പിന്നെ നാൽക്കാലി, വെരി ഗുഡ് ഷംനാഥ്. അയ്യമ്പൻ, 5 അമ്പ് കയ്യിലുള്ളവൻ. കാമൻ, സോറി എന്തായിരുന്നു? അയ്യമ്പൻ ആരാ മക്കളെ? കാമദേവൻ. ഓക്കെ, ഇതൊക്കെ എന്താണ്? സംഖ്യാവാചി ശബ്ദങ്ങളാണ് അല്ലെ. സംഖ്യാനാമങ്ങൾ വിശേഷണ സ്ഥാനത്ത് വരുന്നവയാണ്. ചതുർഭുജം ഇതൊക്കെ എന്താണ്? സാഖ്യഭേദകത്തിന് ഉദാഹരണമാണ്. അപ്പൊ സാഖ്യഭേദകം ക്ലിയർ ആയില്ലേ? അടുത്തത് പാരിമാണികമാണ്. പാരിമാണികം എന്നുള്ളത് അളവിനെ സൂചിപ്പിക്കുന്നു. പാരിമാണികം എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു മക്കളെ? അളവ്, തൂക്കം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ വിശേഷണമായി വരുന്നതാണ് പാരിമാണികം. അളവ്, തൂക്കം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ വിശേഷണ സ്ഥാനത്ത് വന്നാൽ അവയെ പാരിമാണിക ഭേദകം എന്ന് വിളിക്കാം. അളവിനെ, പരിമാണത്തെ സൂചിപ്പിക്കുന്നത് എന്നതാണ് പാരിമാണികം എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നാഴിയരി, നാഴി എന്നത് ഒരു അളവാണ്. ഉരിപ്പയർ, ഉരി എന്നത് ഒരളവാണ്. നാഴിയുരിപ്പാല്, നാഴി എന്നുള്ളത് ഒരളവാണ്. രണ്ടിടങ്ങഴി നെല്ല് അളവാണ് അല്ലെ. അപ്പൊ ഒരു അളവിനെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു തൂക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ അതെന്താണ്? പാരിമാണികമാണ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഓപ്ഷനിൽ നാഴി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നാഴി എന്താണ്? ഒരു അളവാണ് അല്ലെ. നാഴി എന്നുള്ളത് ഒരു അളവാണ്. അപ്പൊ അതെന്താണ്? പാരിമാണികമാണെന്ന് പറയാം. പാരിമാണികം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. പാരിമാണികം കിട്ടിയില്ലേ? പാരിമാണികം. ഇനി നമുക്ക് വിഭാവകം നോക്കാം. വിഭാവകം ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്വഭാവം. ഞാൻ വിഭാവകം ഒന്ന് പറഞ്ഞു പോവാണേ. ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്വഭാവം അഥവാ ഗുണം
ആ ഗുണത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ്, ആ ഗുണത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് എവിടെ വരുന്നത്? വിശേഷണ സ്ഥാനത്ത് വരുന്നത് എങ്കിൽ അതിനെയാണ് വിഭാവകം എന്ന് പറയുന്നത്. വിഭാവകം എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെയോ ഒരു വ്യക്തിയുടെയോ സ്വഭാവം അല്ലെങ്കിൽ ഗുണം അതിനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് വിശേഷണമായി വരുന്നത് എങ്കിൽ അതിനെ വിഭാവക ഭേദകത്തിൽ നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? അതായത് ആയ എന്നുള്ള പ്രത്യയമാണ്, ആയ എന്ന പ്രത്യയം വിഭാവക ഭേദകത്തിൽ ചേരും. സമർത്ഥനായ കുട്ടി, നല്ലവനായ മന്ത്രി, ഇതൊക്കെ ഉദാഹരണമായിട്ട് പറയാം. വിഭാവകം. ക്ലിയർ അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഭേദകത്തിലെ ശുദ്ധഭേദകം, സാർവനാമികം, സാങ്ക്യം, പാരിമാണികം, വിഭാവകം എന്നിവ നോക്കി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഭേദകത്തിൽ നിന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ തെറ്റിക്കില്ലല്ലോ? തെറ്റിക്കരുത്. മിടുക്കനായ കുട്ടി, വെരി ഗുഡ് റിഫാന. യെസ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഏത് വരി എവിടെ നിന്ന് എപ്പോ ചോദിക്കുന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. എനിക്ക് വേണ്ട ദേവത്വം നരത്വം അഭികാമ്യമാം. ആരുടെ വരികൾ? എനിക്ക് വേണ്ട ദേവത്വം നരത്വം അഭികാമ്യമാം. ഇത് ആരുടെ വരികളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരതി ഓപ്ഷൻ 2 പറയുന്നുണ്ട്. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ, ആരുടെ വരികളാണ്? ഏത് കവിതയിലെ വരികളാണ് എന്ന് എന്നോട് ചോദിക്കരുത് കേട്ടോ, എനിക്കറിയില്ല. എന്താ വെച്ചാൽ കവിതയിലെ വരികൾ മുഴുവൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇത് MN പാലൂരിൻ്റെതാണ് എന്നാണ് പലരും പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ കവിതയാണെങ്കിൽ ഏത് കവിതയിലെ വരികളാണെന്ന് അറിയാമോ? ഓക്കെ, എനിക്ക് വേണ്ട ദേവത്വം നരത്വം അഭികാമ്യമാം എന്നുള്ളത് MN പാലൂരിന്റെ വരികളാണ്. MN പാലൂര് മലയാളത്തിലെ ആധുനിക കവി എന്നുള്ള വിശേഷണം അർഹിക്കുന്ന കവിയാണ് ആര്? MN പാലൂര് അല്ലെ? പാലൂർ മാധവൻ നമ്പൂതിരി. പേടിത്തൊണ്ടൻ, കലികാലം, കഥയില്ലാത്തവന്റെ കഥ എന്ന ആത്മകഥ. MN പാലൂരിന്റെ ആത്മകഥയുടെ പേരെന്താ? കഥയില്ലാത്തവന്റെ കഥ. ഇനി പാലൂരിന്റെ മറ്റ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ഒന്ന് പേടിത്തൊണ്ടൻ. മറ്റൊരു കവിതാ സമാഹാരമാണ് കലികാലം. 1983 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരമാണ് കേട്ടോ കലികാലം. ഓക്കെ. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം MN പാലൂരിന് ലഭിച്ചിട്ടുണ്ട്. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം MN പാലൂരിന് ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. കവിത എന്ന കൃതിയിലെ വരികളാണ് എന്നുള്ളൊരു പോയിന്റ് ആരതി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഞാനത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുകയാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, കാരണം ഞാനത് റെഫറൻസ് എടുത്തിട്ടില്ല. ആരതിക്ക് ഉറപ്പാണോ? ഞാൻ മറ്റു കുട്ടികളോട് കൂടി പറഞ്ഞോട്ടെ. ആരതി പറയുന്ന പോയിന്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ചാറ്റ് ബോക്സിൽ ആരതി പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഉറപ്പില്ല, ഞാൻ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം പറയാം കേട്ടോ. ഓക്കെ, എന്തായാലും ഒരു വരിയുടെ പേര് കിട്ടിയിട്ടുണ്ടല്ലോ, കവിത. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലീലാതിലക പ്രകാരം മധ്യമകൽപ്പ മണിപ്രവാളം എത്ര വിധം? ഗൂഗിളിൽ കണ്ടതാണ്, അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല കേട്ടോ. ഗൂഗിളിൽ നിന്നാണ് ആരതി ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തത് എന്ന് പറയുന്നു. ഞാനത് ഉറപ്പിച്ച് പറയുന്നില്ല കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ലീലാതിലക പ്രകാരം മധ്യമകൽപ്പ മണിപ്രവാളം എത്ര വിധം? I+ലെ സ്റ്റുഡൻസ് ലീലാതിലകം തെറ്റിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്തൊരു ടോപ്പിക്കാണ് ലീലാതിലക പ്രകാരം മധ്യമകൽപ്പം എത്ര വിധമാണ്? ലീലാതിലകം ലക്ഷണ ഗ്രന്ഥമാണ് അല്ലെ? മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമാണ് ലീലാതിലകം എന്നുള്ളത് അറിയാം. ലീലാതിലകകാരൻ മണിപ്രവാളത്തെ എത്ര തരമായി തിരിച്ചിരിക്കുന്നു? 5 വിധം.
ശ്രദ്ധിക്കണേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത്. തരം 9, വിധം 5. ഇതാണ് പലർക്കും തെറ്റിയ. ഓക്കെ, മണിപ്രവാളത്തെ ലീലാതിലകകാരൻ 5 വിധമായി തിരിച്ചിരിക്കുന്നു. 5 വിധം ഏതൊക്കെയാണ്? ഉത്തമം, ഉത്തമ കൽപ്പം, മധ്യമം, മധ്യമ കൽപ്പം, അധമം എന്നിങ്ങനെ ലീലാതിലകകാരൻ മണിപ്രവാളത്തെ 5 വിധമായി തിരിച്ചിരിക്കുന്നു. ഇനി ഈ 5 വിധത്തിനും വീണ്ടും തരംതിരിവുണ്ട്. 9 തരമാക്കി ഈ 5 വിഭാഗത്തെ മൂപ്പരാള് 9 തരമാക്കി തിരിച്ചിരിക്കുന്നുണ്ട്. ഉത്തമകൽപ്പം ഒരെണ്ണേ ഉള്ളൂ. ഉത്തമം ഒരെണ്ണേ ഉള്ളൂ. ഉത്തമകൽപ്പം 2 എണ്ണമുണ്ട്. ഉത്തമകൽപ്പം 2 എണ്ണമുണ്ട്. മധ്യമം ഒരെണ്ണേ ഉള്ളൂ. മധ്യമകൽപ്പം 4 എണ്ണം ഉണ്ട്. അധമം 1 ഉള്ളൂ. അപ്പൊ നോക്കൂ, 1, 3, 4, 4, 4, 8, മൊത്തം 9. ക്ലിയർ അല്ലേ? പലരും തെറ്റിക്കുന്നതാണിത്. ഇനി തെറ്റിക്കരുത് കേട്ടോ. ലീലാതിലക പ്രകാരം മധ്യമകൽപ്പം എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 4 ആണ്. മധ്യമകൽപ്പം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ആരൊക്കെ ആൻസർ പറഞ്ഞു? ആരതി പറഞ്ഞിട്ടുണ്ട്, റിഫ്ന പറഞ്ഞിട്ടുണ്ട്, രമ്യ ടീച്ചർ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്, റിഫ്ന 3 എന്ന് പറയുന്നു. അതായത് 9. കണ്ടോ, ഇത് പലരും തെറ്റിച്ചു. ബാക്കിയുള്ള മിണ്ടാതിരിക്കുന്ന മിടുക്കികളെ, മിടുക്കന്മാരെ, എന്താ പരിപാടി? ഉത്തരം അറിയാഞ്ഞിട്ട് പറയാഞ്ഞതാണോ? തെറ്റിക്കരുത് കേട്ടോ. ലീലാതിലക പ്രകാരം മധ്യമകൽപ്പം മണിപ്രവാളം എത്ര വിധം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വിധം എന്നുള്ളത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കണ്ട. ഓക്കെ, ലീലാതിലകത്തെ 5 വിധമായും 9 തരമായും തിരിച്ചിരിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? 9 തരം. ഇനി തെറ്റിക്കില്ലല്ലോ. വേറെ ലീലാതിലകവുമായി ബന്ധപ്പെട്ടതൊന്നും നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഇത് മാത്രം പറഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ലീലാതിലക പ്രകാരം മധ്യമകൽപ്പം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മണിപ്രവാളത്തെ ലീലാതിലകകാരൻ എത്ര വിധമായി തരം തിരിച്ചിരിക്കുന്നു? എത്ര വിധമായി? 5 വിധം. ഉത്തമം, ഉത്തമകൽപ്പം, മധ്യമം, മധ്യമകൽപ്പം, അധമം. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. എത്ര വിധമായി തരം തിരിച്ചിരിക്കുന്നു? 5 എണ്ണമായി. ഈ 5 എണ്ണത്തെ 9 തരങ്ങളാക്കുന്നുണ്ട്. ഉത്തമം ഒരെണ്ണം, ഉത്തമകൽപ്പം 2 എണ്ണം, മധ്യമം ഒരെണ്ണം, മധ്യമകൽപ്പം 4 എണ്ണം, അധമം 1. ക്ലിയർ അല്ലേ? ഇനി ഇത് തെറ്റിക്കില്ലല്ലോ. ലീലാതിലകത്തിന്റെ ഉൾപ്പിരിവുകള് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നിങ്ങൾ ആരും ഇത് തെറ്റിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അടുത്തതിലേക്ക് കടക്കുകയാണ്. 10ാമത്തെ ചോദ്യം. ചോദ്യം കിട്ടിയില്ലെങ്കിലും സിമ്പിൾ ലോജിക് ഉപയോഗിച്ചാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. ഒറ്റക്കല്ലിങ്ങോടി വന്നു മുഖമണ്ഡപം. ഈ പ്രാവശ്യത്തെ പരീക്ഷ ടഫ് ലെവലാണ് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒറ്റവരികളാണ് തന്നിരിക്കുന്നത്. ഈ വരികളിലെ മണ്ഡപ പരാമർശം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒറ്റക്കൽ മുഖമണ്ഡപം, അങ്ങനെ തന്നെ എടുക്കുക. ഒറ്റക്കൽ മുഖമണ്ഡപം. വൈക്കം ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഉത്തരം പറയാതിരിക്കുന്നവരുടെ പേരൊക്കെ ഞാൻ വിളിച്ചാലോ? നല്ല രസമായിരിക്കും. എനിക്ക് ഒരു മടിയില്ല കേട്ടോ വിളിക്കാൻ. ഞാൻ നന്നായി പേര് വിളിക്കേ. കാവ്യ 4 പറയുന്നു. രമ്യ ടീച്ചർ ഓപ്ഷൻ 2 ആണ് പറയുന്നത്. വിധു ടീച്ചർ 4, നീരജ് 4, മിഥുൻ സാർ 4, ആര്യ 4, ആരതി 4. ബാക്കിയുള്ളവരും കൂടി ഒന്ന് ഉത്തരം പറഞ്ഞേ. ഉത്തരം പറയാൻ എന്തിനാ പേടിക്കുന്ന? ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. തെറ്റണമെങ്കിൽ അവിടെ തെറ്റിക്കോട്ടെ, ആരും പിടിച്ചിരിക്കാനൊന്നും പോണില്ല. അവനിക്ക് 2 ഡൗട്ട് ഉണ്ട്. ഒറ്റക്കൽ ഇങ്ങോട്ട് ഓടി വന്നു മുഖമണ്ഡപം. ഇനി ഞാൻ ഒരു ക്ലൂ തരട്ടെ. ഈ വരിയുടെ ഫുൾ ഇങ്ങനെയാണ്. ഒറ്റക്കല്ലിങ്ങോടി വന്നു മുഖമണ്ഡപം ഭവിച്ചു മറ്റൊന്നതിൽ പരം മന്നർക്കജ്ഞ കൊണ്ടാമോ. ഇതാണ് വരി. ഈ കവിതയുടെ ഫുൾ വരി ഇങ്ങനെയാണ്. ഇനി ഇത് ഏത് കവിതയിലേതാണ് എന്ന് കിട്ടിയോ? അങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഈ വരിയിൽ ഒരു വരി മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് ഈ കവിതയിലെ. അതിന്റെ ഫുൾ വരികൾ ഞാനിപ്പോൾ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി എന്താണ് എന്ന് കിട്ടിയോ? ഏത് കവിതയിലെ വരിയാണെന്ന് കിട്ടിയോ? ഇല്ല.
ഓക്കെ, ഇനി ഞാൻ വേറൊരു ക്ലൂ തരാം. ഈ കൃതിയെയാണ് കേവലം ഒരു ലഘു കൃതി കൊണ്ട് അലഘുവായ പ്രശസ്തി രാമപുരത്തു വാര്യർ നേടിയെന്ന് ഈ കൃതിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ധന്യ ടീച്ചർ ഇതാ ഉത്തരം പറഞ്ഞു, കുചേലവൃത്തം എന്ന്. മുത്തകല്ല കേട്ടോ, മുത്തകം എന്നൊരാള് പറയുന്നുണ്ട്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന് ആവണി പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എസ് ഗുപ്തൻ നായരാണ്. വിധു ടീച്ചർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ പേര് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് ഞാൻ ആ പേര് പറയാഞ്ഞേ. കുചേലവൃത്തം. അങ്ങനെയാണ് എങ്കിൽ കുചേലവൃത്തമാണ്, കുചേലവൃത്തത്തിലെ വരിയാണ് ഇത് എങ്കിൽ ക്ഷേത്രം ഏതാ മക്കളെ? കുചേലവൃത്തത്തിലെ വരിയാണ് ഇത് എങ്കിൽ ക്ഷേത്രം ഏതാ? ഉറപ്പിച്ച് പറയാൻ പറ്റും നമുക്ക് ഏതാണ്? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് അല്ലെ. മാർത്താണ്ഡവർമ്മ പ്രശസ്തിയോടെ ആരംഭിക്കുന്ന കാവ്യമാണ് ഏത്? കുചേലവൃത്തം വഞ്ചിപ്പാട്ട്, നമുക്കറിയാം. അപ്പൊ തെക്കൽ മുഖമണ്ഡപം എവിടെയാണ്? തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ് അല്ലെ. ഈ വരിയുടെ പൂർണ്ണ രൂപമാണ്. ഇത് ഏത് കവിതയിലേതാണ്? കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലേതാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലേതാണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ വരിയാണിവ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ വരിയാണിവ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 11ാമത്തെ ചോദ്യം, നോവലുകളുടെ പൂർവാപരക്രമം. ആദ്യം വന്ന നോവൽ ഏത്, രണ്ടാമത് വന്ന നോവൽ ഏത് എന്ന രീതിയിൽ ക്രമപ്പെടുത്തുക. സുകുമാരി, സരസ്വതി വിജയം, പരിഷ്കാര വിജയം, പുല്ലേലിക്കുഞ്ചു, മീനാക്ഷി. നോവലിന്റെ ക്ലാസ്, I+ന്റെ നോവലിന്റെ ക്ലാസ്സിലെ നോവൽ പ്രാരംഭഘട്ടം ആദ്യകാല നോവലുകൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ട്. അതിൽ നമ്മൾ കൃത്യമായിട്ട് ഈ നോവലുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. നോവലുകളുടെ പൂർവാപരക്രമം. ആരതി ഓപ്ഷൻ 4 പറഞ്ഞു, തിരുത്തിയിട്ട് 3 പറഞ്ഞു. സുമയ്യ ഓപ്ഷൻ 4. ഇനി നിങ്ങൾക്കില്ലേ രണ്ടാമത്തെ ഓപ്ഷൻ ഡൗട്ടാണ് എങ്കിൽ 2 എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതിട്ടാ. അപ്പൊ നിങ്ങൾ അത് ഗസ് ചെയ്യുന്നതാണെന്ന് ഞാൻ വിചാരിച്ചോളാം. എന്നാലും ആൽവിൻ സാറൊക്കെ പറയണ പോലെ എന്തായാലും ഉത്തരം പറയാതിരിക്കരുതേ. ഉത്തരം പറയണ എല്ലാവരും നോവലുകളുടെ പൂർവാപരക്രമം. മക്കളെ എഴുതിയെടുക്കുന്ന തിരക്കിലാണോ പലരും? ആഘാതത്തോടു കൂടി ക്വസ്റ്റ്യൻസും നോട്ടൊക്കെ എഴുതിയെടുക്കുന്ന തിരക്കിലാണോ? നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ കുറെ സ്മൈലീസ് കാണുന്നില്ലേ? ഒക്കെ ഒന്ന് ഞെക്കി പൊട്ടിച്ചേ. ഭയങ്കര ഷോക്കാണല്ലോ ഇന്ന്. 2 ഓപ്ഷൻ 2, 3, 4 ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഒരറ്റത്തു നിന്ന് തുടങ്ങാം. സുകുമാരി നോവല് ആരുടെ നോവലാ? സുകുമാരി ജോസഫ് മൂളിയിലിന്റെ നോവലാണ് അല്ലെ. ജോസഫ് മൂളിയിലിന്റെ നോവലാണ് സുകുമാരി. സുകുമാരി നോവല് ജോസഫ് മൂളിയിലിന്റെ നോവലാണ്. സുകുമാരി നോവല് പ്രസിദ്ധീകരിച്ചത് 1897 സുകുമാരി നോവല് പ്രസിദ്ധീകരിക്കുന്നത് 1897. ഓക്കെ, അടുത്ത നോവല് സരസ്വതി വിജയം. ആരുടെ നോവല സരസ്വതി വിജയം? ദളിത് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി ഉയർത്തി കാണിച്ചുകൊണ്ട് മലയാളത്തിൽ വന്നിട്ടുള്ള ആദ്യകാല നോവലുകളിൽ ഒന്നാണ് സരസ്വതി വിജയം. സരസ്വതി വിജയം എന്നുള്ള നോവൽ എഴുതിയിരിക്കുന്നത് ആരാ? പോത്തേരി കുഞ്ഞമ്പുവാണ്. പോത്തേരി കുഞ്ഞമ്പുവിന്റെ സരസ്വതി വിജയം നോവല് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വർഷം 1892. 1892 സരസ്വതി വിജയം വരുന്നത്. ഓക്കെ, അടുത്തത് പരിഷ്കാര വിജയം ആരുടേതാണ്? പരിഷ്കാര വിജയം ആരുടേതാ മക്കളെ? വാര്യത്ത് ചോറി പീറ്ററുടേതാണ് പരിഷ്കാര വിജയം. പ്രസിദ്ധീകരണ വർഷം 1906. ഇനി പുല്ലേലിക്കുഞ്ചു ആരുടെ നോവലാ? പറഞ്ഞേ. പുല്ലേലിക്കുഞ്ചു നോവല് പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് പോയാൽ മതി. ആർച്ച് ഡീക്കൻ കോശി. പുല്ലേലിക്കുഞ്ചു ആർച്ച് ഡീക്കൻ കോശി. പുല്ലേലിക്കുഞ്ചു പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാ? പുല്ലേലിക്കുഞ്ചു പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാ?
ജ്ഞാന മാസികയിലാണ് പുല്ലേലിക്കുഞ്ചു പ്രസിദ്ധീകരിച്ച വർഷം ഏതാ? പ്രസിദ്ധീകരിച്ചത് അല്ല, പുല്ലേലിക്കുഞ്ചു അച്ചടിച്ചു വന്ന വർഷം അതാ നോക്കേണ്ടത്. അച്ചടിച്ചു വന്ന വർഷം ഏതാ? പുസ്തക രൂപത്തിൽ ഇറങ്ങിയതല്ല, അച്ചടിച്ചു വന്ന വർഷം. പുല്ലേലിക്കുഞ്ചു പറഞ്ഞേ. 1862. പുല്ലേലിക്കുഞ്ചു എന്നുള്ള നോവല് പ്രസിദ്ധീകരിച്ചതോ ഏതെങ്കിലും പറ. എക്സാം ഓറിയന്റഡ് ആയിട്ട് 1882. 1882. 60 അല്ലാട്ടോ. ആരും 60 വിളിച്ചു പറഞ്ഞിട്ടുണ്ടേ. പുല്ലേലിക്കുഞ്ചു എന്ന് പറയുന്ന നോവല് ജ്ഞാനനിക്ഷേപ മാസികയിലാണ് വന്നത്. മലയാളത്തിലെ ആദ്യകാല നോവലുകളിൽ ഒന്നാണ്. 1860 ഗണ്ടശ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. പുസ്തക രൂപത്തിൽ 1862 വന്നു. ഓക്കെ, പ്രസിദ്ധീകരിച്ചത് ഞാൻ ചോദിച്ചത് കറക്റ്റ് ആയിരുന്നു, പറഞ്ഞതും കറക്റ്റ് ആയിരുന്നു. 1860 എന്താണ് ഗണ്ടശ, ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അത് ശരിയാണ്. 1882 എന്ത് വന്നു? പുസ്തക രൂപത്തിൽ വന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? പുല്ലേലിക്കുഞ്ചു പിള്ളയും രാമപ്പണിക്കരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. പുല്ലേലിക്കുഞ്ചു, ആർച്ചിഡിക്കൻ കോശി. അടുത്തത് മീനാക്ഷി നോവല്. ചെറുവാലത്ത് ചാത്തുനായർ. 1890. ചെറുവാലത്ത് ചാത്തുനായർ 1890 ഏത് വരുന്നത്? മീനാക്ഷി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓർഡർ അനുസരിച്ചിട്ട് എങ്ങനെ വരണം? ഓർഡർ അനുസരിച്ചിട്ട് ഏതാണ് വരേണ്ടത്? ആദ്യം ഏതാ? ഡി, പിന്നെ ഇ, ബി, എ, സി. പുല്ലേലിക്കുഞ്ചു, മീനാക്ഷി, സരസ്വതി വിജയം, സുകുമാരി, പരിഷ്കാര വിജയം അല്ലെ? പരിഷ്കാര വിജയം. അങ്ങനെയല്ല ഓർഡർ വരേണ്ടത്. നോവലുകളുടെ പൂർവാപര ക്രമം ഓപ്ഷൻ 3 ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ 3 ശരിയായിട്ടുള്ള ഉത്തരം. കിട്ടിയോ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്ലിയർ അല്ലേ? നോവലുകളുടെ പൂർവാപര ക്രമം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. വീണ്ടും നമ്മൾ വിനയച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വിനയച്ചം ഡീറ്റെയിൽ ആയി നോക്കിയതാണ്. പിൻവിനയച്ചം ഏതെല്ലാം? നമ്മൾ കീവേഡ് പഠിച്ചിരുന്നു. പിന്നിൽ ആനാണ് അല്ലെ? പിൻ, ആൻ. ആൻ എന്നുള്ള പ്രത്യയം, ആൻ, എന്നാണ്, എൻ. ആൻ എന്നുള്ള പ്രത്യയാണ് പിൻവിനയച്ചത്തിന് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ വന്നു, ചെന്നു വിളിച്ചു, കുളിക്കാൻ പോയി, പാടാനിരുന്നു, ആടി വീണു, ഇതിലെ പിൻവിനയച്ച ഏതാ? നമ്മൾ സിമ്പിൾ കീവേഡ് വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ? ഏതൊക്കെയാണ്? പഠിക്കാൻ വന്നു, ആനുണ്ട്. കുളിക്കാൻ പോയി, ആനുണ്ട്. പാടാനിരുന്നു, ആനുണ്ട്. ആൻ എന്നുള്ള പ്രത്യയ രൂപം വരുന്നത് ഏത് വിനയച്ചാണെന്നാണ് പറഞ്ഞത്? പിൻവിനയച്ചമാണ് എന്നാണ് പറഞ്ഞത് അല്ലെ മക്കളെ? ആൻ എന്നുള്ള പ്രത്യയ രൂപം വരുന്നത് പിൻവിനയച്ചമാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ വിനയച്ചങ്ങൾ എന്താണ്? മുൻ, പിൻ, തൻ, നടുപാക്ഷിക വിനയച്ചങ്ങളെ നമ്മൾ പറഞ്ഞു. അപ്പൊ പിൻവിനയച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണക്രിയ നടന്നതിനു ശേഷം നടക്കുന്ന അപൂർണ ക്രിയ. അതിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? പിൻവിനയച്ചം. ആൻ എന്ന പ്രത്യയം ചേർത്തിട്ടാണ് വരുന്നത്. പൂർണ്ണക്രിയ ആദ്യം നടക്കും, അതേ തുടർന്ന് അപൂർണക്രിയ നടക്കും. കാണാൻ പോയി, കുളിക്കാൻ ഇറങ്ങി, പോകാൻ ഇറങ്ങി, വരാൻ പറഞ്ഞു, എഴുതാൻ വന്നു, പഠിക്കാൻ വന്നു, കുളിക്കാൻ പോയി, പാടാനിരുന്നു. ഇതൊക്കെ എന്താണ്? പിൻവിനയച്ചങ്ങളാണ്. ഇവയെല്ലാം എന്താണ് മക്കളെ? പിൻവിനയച്ചങ്ങളാണ്. ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പിൻവിനയച്ചം തെറ്റിക്കില്ലല്ലോ ആരും? യെസ്. ഓക്കെ, അപ്പൊ ഇതിലെ ACD മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തതിലേക്ക് കടക്കാലോ. കാര്യം കാരണം. കാര്യം കാരണം ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം? തന്നിരിക്കുന്ന കാര്യം, അതിന്റെ കാരണം, എന്ത്? സിമ്പിൾ ലോജിക്. വിമർശനാത്മകമായിട്ട് ഒന്നും ചിന്തിക്കേണ്ടതില്ല. സിമ്പിൾ ലോജിക് വെച്ചിട്ട് തന്നിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു വെക്കുക. അതുമായി അനുബന്ധിച്ചിട്ടുള്ള കാരണമാണോ തന്നിട്ടുള്ളത് എന്ന് നോക്കുക. ഫോക്ലോറിന്റെ ഉൽപ്പത്തിയെ പറ്റിയോ ഭൂതകാലത്തെ പറ്റിയോ പഠിക്കാൻ ശ്രമിക്കുന്നത് വ്യർത്ഥമാണ്. ആണോ? സ്റ്റേറ്റ്മെന്റ് ശരിയാണോ?
ഫോക്ലോർ നാടോടി വിജ്ഞാനീയം, നാടോടി കലാരൂപങ്ങൾ എന്നിവയുടെ എന്നതിന്റെ ഉൽപ്പത്തി എവിടെ നിന്ന് ഉത്ഭവിച്ചു, എന്നുത്ഭവിച്ചു, ഇതിന്റെ ഭൂതകാലം എവിടെയാണ്, ഇത് വല്ലവരും എഴുതിയിട്ടുണ്ടോ, ഇത് കൃത്യമായിട്ട് ഏത് വിഭാഗക്കാരാണ് ഇത് കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുമോ? കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുമോ നമുക്ക്? ഇല്ല, അതൊരു വ്യർത്ഥ പ്രക്രിയയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. യെസ്, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മൾ ചിന്തിക്കാതെ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മൾ ഓപ്ഷനിലേക്ക് ഒന്നും പോയിട്ടില്ല, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫോക്ലോർ അജ്ഞാത കർത്തൃകമാണ് അല്ലേ? ഏടിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, നമ്മളെല്ലാരും കേട്ടുള്ള പാട്ടാണ് അല്ലെ? ഇത് ആരും എഴുതിയെന്ന് ചോദിച്ചാൽ നമുക്കറിയോ? ഇല്ല. ആരോ എഴുതി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വാമൊഴിയായി നാവിൽ നിന്ന് നാവിലേക്ക് ഏറ്റക്കുറച്ചിലുകൾ വരുത്തി എന്താണ് പകർന്നു പോയവയാണ്. അപ്പൊ കാര്യത്തിനോടനുബന്ധിച്ച കാരണം ശരിയാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഓപ്ഷനിലേക്ക് വരിക. കാര്യം ശരി കാരണം തെറ്റ് എന്നുള്ളത് നോക്കൂ. കാര്യം തെറ്റ്, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യം തന്നെ വെട്ടി. കാര്യം തെറ്റാണെന്നാ പറഞ്ഞിരിക്കുന്നത്, ആ സ്റ്റേറ്റ്മെന്റ് വെട്ടി. കാരണം ശരി, അത് നോക്കണ്ടേ? കാര്യം ശരിയാണല്ലോ, കാരണം തെറ്റ് അല്ലല്ലോ, കാരണവും ശരിയാണ്, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെട്ടി. ഇനി നോക്കൂ, കാര്യവും കാരണവും ശരിയാണ് അല്ലെ? കാരണം കാര്യത്തിന്റെ കൃത്യമായ വിശദീകരണം അല്ല. നമുക്ക് പറയാൻ പറ്റുമോ ഫോക്ലോറിന്റെ ഉൽപ്പത്തിയെ പറ്റിയോ ഭൂതകാലത്തെ പറ്റിയോ പഠിക്കാൻ ശ്രമിക്കുന്നത് വ്യർത്ഥമാണ് എന്നുള്ള കാര്യം ആ സ്റ്റേറ്റ്മെന്റിനെ കൃത്യമായിട്ട് കാരണമായിട്ട് പറയാവുന്ന, ബിക്കോസ് എന്ന് വെച്ചിട്ട് പറയാവുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ കാരണമായിട്ട് കൊടുത്തിരിക്കുന്നത്? ഫോക്ലോർ അജ്ഞാത കർത്തകമാണ്. ആരെ എഴുതി, എവിടെ എഴുതി, എന്ത് എഴുതിയതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്താണ്? കാര്യവും ശരിയാണ്, കാരണം കാര്യത്തിന്റെ കൃത്യമായ വിശദീകരണമാണ്. ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ഒന്നല്ലേ ആൻസർ വരിക? കാര്യം കാരണം ക്വസ്റ്റ്യനൊക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ഉണ്ട് എങ്കിൽ എന്താ വെച്ചാൽ 2023-24 കാര്യം കാരണത്തിൽ നിന്ന് അധികം ചോദ്യങ്ങൾ വന്നിരുന്നില്ല. 2000 നമ്മുടെ കൊറോണയോട് കൂടി നാമാവശേഷമായിട്ടുള്ള ഒരു ചോദ്യ വിഭാഗമായിരുന്നു കാര്യം കാരണം ശരി. മൂപ്പരാള് പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് മറ്റു സിനിമയിലെ ലാലേട്ടൻ പറയുന്ന പോലെ 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുജോണം വന്നിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാ. മൂപ്പരാള് കുറച്ച് എക്സാമുകളിലൊക്കെ മിണ്ടാണ്ടിരുന്നു, ഇപ്പൊ തലപൊക്കി വന്നിട്ടുണ്ട്. ആർക്ക്? നമ്മളെ കുഴപ്പിക്കാനായിട്ട്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? കാര്യം കാരണം ഇങ്ങനെയാണ് കേട്ടോ കാര്യം കാരണം നോക്കേണ്ടത്. തന്നിരിക്കുന്ന കാര്യം, അതിന്റെ കാരണം. വിമർശനാത്മക, നമ്മുടെ PhD മൈൻഡഡ് ആയിട്ടുള്ള വിമർശനാത്മക ബുദ്ധി ഒന്നും ഇവിടെ വേണ്ട, സിമ്പിൾ ലോജിക്ക് മാത്രം മതി. അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം ദാ വരുന്നു. ഇതുവരെ കാണാത്ത പുതിയൊരു ചോദ്യം. രചനാകാലം അനുസരിച്ച് ഗവേഷണ പ്രബന്ധങ്ങൾ ക്രമീകരിക്കുക. ഗവേഷണ പ്രബന്ധം ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? ഗവേഷണ പ്രബന്ധം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എവിടെ നിന്ന്, ആരുടെ ഗവേഷണ പ്രബന്ധമാണ് എന്ന് പോലും ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ മാച്ച് ദി ഫോളോയിങ് ആണ് എപ്പോഴും വരാറുള്ളത്. പക്ഷേ ഇതിന്റെ കാലഗണന ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ഗവേഷണം എന്നുള്ള വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യ വിഭാഗമാണ് രചനാകാലം അനുസരിച്ച് ഗവേഷണ പ്രബന്ധങ്ങൾ ക്രമീകരിക്കുക. അപ്പോ പലരും ഇപ്പൊ കഥയും കവിതയും നോവലും പാശ്ചാത്യവും പൗരസ്ത്യവും ഭാഷാശാസ്ത്രവും എല്ലാം വ്യാകരണവും എല്ലാം നോക്കി പോകുന്ന പല വിദ്യാർത്ഥികളും നോക്കാൻ മടിക്കുന്ന ഒരു ടോപ്പിക്കാണ് മലയാള ഗവേഷണം എന്നുള്ളത് അല്ലെ? പക്ഷെ ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ടീച്ചറെ ഇതിന്റെ റെഫറൻസ് എവിടുന്ന് കിട്ടും? ഒരു വാലിഡ് ആയിട്ടുള്ള റെഫറൻസ് എക്സാം ഓറിയന്റഡ് ആയിട്ട് എവിടെ നിന്ന് കിട്ടും? വഴിയുണ്ട്. എവിടെ നിന്ന് കിട്ടുക? പറഞ്ഞേ, എവിടെ നിന്ന് കിട്ടും? ഗവേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നെറ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് റെഫർ ചെയ്യാനായിട്ട് പറ്റും? ഏത് സാഹിത്യ ചരിത്രം വായിച്ചാൽ കിട്ടും? പറഞ്ഞേ മക്കളെ, ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഏത് സാഹിത്യ ചരിത്രത്തിലാണ് ഗവേഷണ പ്രബന്ധങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുള്ളത്? ആധുനിക മലയാള സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ. ആരുടേതാ? ആധുനിക മലയാള സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ. ആരുടേതാ? KM ജോർജ് എഡിറ്റ് ചെയ്ത പുസ്തകം കേട്ടോ. ആധുനിക മലയാള സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ KM ജോർജ് എഡിറ്റ് ചെയ്ത പുസ്തകത്തിലെ 12ാമത്തെ ഭാഗം, 12ാമത്തെ ഖണ്ഡം 12 ഗവേഷണം എന്നുള്ള ഭാഗം. ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഡോക്ടർ KM പ്രഭാകര വാര്യരാണ്.
ഗവേഷണത്തിന്റെ ആദ്യകാല രൂപങ്ങൾ, ഔപചാരിക ഗവേഷണം ആരംഭിക്കുന്നത്, സമീപകാല ഗവേഷണങ്ങള്, അനൗപചാരിക ഗവേഷണങ്ങള് എന്നിവയടക്കം കൊടുത്തുകൊണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വേണ്ട എല്ലാ കണ്ടന്റുകളും ഈ ഒരു ഭാഗത്ത് KM ജോർജിന്റെ സാഹിത്യ ചരിത്രത്തിലെ ഗവേഷണം എന്നുള്ള ഭാഗത്ത് പോയാൽ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ രചനാകാലം അനുസരിച്ച് ഗവേഷണ പ്രബന്ധങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഉത്തരം പറയാൻ പറ്റുമോ? ധന്യ ഓപ്ഷൻ 4 പറയുന്നുണ്ട്. ധന്യ. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ. ധന്യ 4 പറയുന്നത്. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ. 4 ധന്യ പറയുന്നത്. ബാക്കിയുള്ള ആരും പറയുന്നില്ല. ഞാൻ അധികം 3 എന്ന് വിധു ടീച്ചർക്ക് ഡൗട്ട് ഉണ്ട്. 3 എന്ന് വിധു ടീച്ചർക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ ആൻസറിലേക്ക് കിടക്കാണേ. ഓരോന്നോരോന്ന് നോക്കി പോവുകയല്ലേ നല്ലത്. ഓക്കെ, എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ്. എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് ആരുടെ കൃതിയാ മക്കളെ? എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് എന്നുള്ളത്. എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് ആരുടേതാണെന്നറിയോ? എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് എന്നുള്ളത് ആരുടെ പഠന ഗ്രന്ഥാണ്? എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് 1938 1938. ഇത് ഗവേഷണ പ്രബന്ധം സബ്മിറ്റ് ചെയ്ത വർഷമാണ്. ഇതൊക്കെ പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ കൃതികളൊക്കെ പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ വർഷമല്ല, ഗവേഷണ പ്രബന്ധം സബ്മിറ്റ് ചെയ്ത വർഷം. ഓക്കെ, എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് 1938. 38. ഓക്കെ, 38. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. മദ്രാസി സർവകലാശാല, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ്. ആരുടേതാണ്? ചേലനാട്ട് അച്യുതമേനോന്റേതാണ്. സുമയ്യ ഉദ്ദേശിച്ചത് ശരിയാണ്. KN എഴുത്തച്ഛൻ അല്ല കേട്ടോ, ചേലനാട്ട് അച്യുതമേനോൻ. തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ചിട്ട് അന്നോളം വന്നിട്ടുള്ള പഠനങ്ങളിൽ ഏറ്റവും സമഗ്രമായതെന്ന് നമുക്ക് പറയാവുന്ന ഒന്നാണ് എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് എന്നുള്ളത്. ഓക്കെ, എഴുത്തച്ഛന് മുമ്പ് മലയാള സാഹിത്യം, എഴുത്തച്ഛന്റെ ജീവചരിത്രം, അധ്യാത്മരാമായണ, മഹാഭാരതം എന്നീ കൃതികള്, എഴുത്തച്ഛന്റെ സമകാലികരായിട്ടുള്ളവരുടെ കൃതികള്, എഴുത്തച്ഛൻ ഇതിഹാസ കവിയായിട്ടുള്ള എഴുത്തച്ഛനെ കുറിച്ചും തത്വജ്ഞാനിയായ എഴുത്തച്ഛനെ കുറിച്ചും പരിഷ്കർത്താവായിട്ടുള്ള എഴുത്തച്ഛനെ കുറിച്ചും ഒക്കെ വിവരിക്കുന്ന 6 അധ്യായങ്ങൾ അടങ്ങുന്ന ഗവേഷണ പ്രബന്ധമാണ് ചേലനാട്ട് അച്യുതമേനോന്റെ 1938 സബ്മിറ്റ് ചെയ്ത, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്ത എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ്. ക്ലിയർ അല്ലേ? കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടേ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ചേലനാട്ട് അച്യുതമേനോൻ. ഇനി ഭാഷാ കൗടലീയം എ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി. ഭാഷാ കൗടലീയം എ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി ആരുടേതാ? ഭാഷാ കൗടലീയം എ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി എന്നുള്ളത്. ഭാഷാ കൗടലീയം എ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി. പറയൂ. ഭാഷാ കൗടലീയം KN എഴുത്തച്ഛൻ കറക്റ്റ് ആണ്. നൗഷാദും റിഫാനിയും ഒക്കെ പറഞ്ഞത് കറക്റ്റ് ആണ്. ഭാഷാ കൗടലീയം എ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി എന്നുള്ളത് KN എഴുത്തച്ഛൻ്റെതാണ്. KN എഴുത്തച്ഛൻ. നോക്കണേ, ഭാഷാ കൗടലീയം എ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി KN എഴുത്തച്ഛനാണ്. ഏതാണ് വർഷം? 1961. 1961. എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് 1961. ആരാണ്? KN എഴുത്തച്ഛനാണ്. KN എഴുത്തച്ഛൻ. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, ഭാഷാ കൗടലീയം എ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി 1961. KN എഴുത്തച്ഛൻ, മദ്രാസി സർവകലാശാല. ക്ലിയർ അല്ലേ? അടുത്തത് ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം. ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം ആരുടേതാണ്? എല്ലാവർക്കും അറിയാം. ഇത് ആരുടേതാണ്? ഞാൻ ഇവിടെ C എന്നിട്ട് എഴുതുന്നുണ്ട്. ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം ആരുടേതാണ്? K. ഗോദവർമ്മ. ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം K. ഗോദവർമ്മ 1933. 1933. K. ഗോദവർമ്മ. ഓക്കെ, K. ഗോദവർമ്മ 1933.
മലയാളത്തിൽ കാണുന്ന എല്ലാ ആര്യഭാഷാ പദങ്ങളും സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ചവയാണ് എന്ന ധാരണയെ ആദ്യമായിട്ട് തിരുത്തിയ പഠനമാണ് ഇത് ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം എന്നുള്ളത് കെ ഗോദവർമ്മ. അടുത്തത് രാമചരിതം ആൻഡ് ദി സ്റ്റഡി ഓഫ് ഏർലി മലയാളം. രാമചരിതത്തെ കുറിച്ചിട്ട് മലയാളത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ പഠന ഗ്രന്ഥാണ്. എ സി എന്നും കെ എം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. രാമചരിതത്തെ കുറിച്ചിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ പഠനം ആരുടേതാണ്? കെ എം ജോർജിൻ്റെതാണ്. കെ എം ജോർജ് രാമചരിതത്തെ കുറിച്ചിട്ട് വന്ന ആദ്യത്തെ പഠന ഗ്രന്ഥമാണ് രാമചരിതം ആൻഡ് ദി സ്റ്റഡി ഓഫ് ഏർലി മലയാളം. 1951 നടുവട്ടം ഗോപാലകൃഷ്ണനും എം എം പുരുഷോത്തമൻ നായരൊക്കെ രാമചരിതത്തിനെ മുൻനിർത്തി, ഉണ്ണിക്കിടാവൊക്കെ രാമചരിതത്തെ മുൻനിർത്തിക്കൊണ്ട് ഗവേഷണ പ്രബന്ധം ചെയ്തവരാണ് കേട്ടോ. ഓക്കെ. എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ്, ഭാഷാ കൗടില്യം എ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി, ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം, രാമചരിതം ദി സ്റ്റഡി ഓഫ് ഏർലി മലയാളം. കിട്ടിയില്ലേ? അടുത്തത് മലയാളം മീറ്റേഴ്സ് എ സ്റ്റഡി. ആർക്കെങ്കിലും അറിയോ മലയാളം മീറ്റേഴ്സ് എ സ്റ്റഡി? അറിയോ ആർക്കെങ്കിലും? എനിക്കറിയില്ല കേട്ടോ. എനിക്കത് ആരുടെ പഠനമാണെന്നോ എൻ വി കൃഷ്ണവാര്യർ എന്നുള്ളൊരു സൂചനയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഓക്കെ. അതിന്റെ വർഷം ഏതാണെന്നോ അത് ആരുടെ പഠന ഗ്രന്ഥമാണോ എന്നോ എനിക്ക് കിട്ടിയിട്ടില്ല, റെഫർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ക്ലിയർ അല്ലേ? അപ്പോ ഈ രചനാകാലം നോക്കുമ്പോ ഏതാ ശരിക്കും വരിക? നമ്മളിപ്പോ പറഞ്ഞു 1938, 61, 90, 1933, 1951 എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ഏതാണ് ഓപ്ഷൻ വരേണ്ടത്? ഇത് വെച്ച് നോക്കുന്ന സമയത്ത് CADBE എന്നുള്ളതാണ് ലാസ്റ്റ് കിടക്കുന്നത് കേട്ടോ. CADBE. എങ്ങനെയാ ഓർഡർ വരിക? ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം, കെ ഗോദവർമ്മയുടെ കൃതി 1933. അതാണ് ആദ്യത്തേത് അല്ലെ? വേണമെങ്കിൽ നിങ്ങൾ ഏറോ മാർക്ക് ഇട്ടിട്ട് എഴുതിക്കോട്ടോ. ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം, കെ ഗോദവർമ്മ 1933. എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ്, ചേലനാട്ട് അച്യുതമേനോൻ 1938. എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ്. അതിനുശേഷം 51 രാമചരിതം ആൻഡ് ദി സ്റ്റഡി ഓഫ് ഏർലി മലയാളം, കെ എം ജോർജ്. രാമചരിതം ആൻഡ് ദി സ്റ്റഡി ഓഫ് ഏർലി മലയാളം, കെ എം ജോർജ് 1951. ഓക്കെ. ഭാഷാ കൗടില്യം എ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി 1961, കെ എൻ എഴുത്തച്ഛൻ. ഭാഷാ കൗടില്യം എ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി, കെ എൻ എഴുത്തച്ഛൻ. അതിനുശേഷമാണ് മലയാളം മീറ്റേഴ്സ് എ സ്റ്റഡി എന്നുള്ളത് വരുന്നത്. ഓക്കെ. ഞാൻ സെർച്ച് ചെയ്തപ്പോ ഹിസ്റ്ററി ഓഫ് മലയാളം മീറ്റർ എന്നുള്ളൊരു കൃതിയെ കുറിച്ച് ഞാൻ കണ്ടു. പക്ഷെ എവിഡൻസ് കറക്റ്റ് അല്ല. കൃത്യമായിട്ട് ഒരു പുസ്തക രൂപത്തിൽ കിട്ടിയ ഗൂഗിളിൽ നിന്ന് എടുക്കുന്നതൊന്നും ഞാൻ സാധാരണ പറയാറില്ല. കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിലേ പറയാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇനി രചനാകാലം അനുസരിച്ച് ഗവേഷണ പ്രബന്ധങ്ങൾ വന്നാൽ തെറ്റിക്കരുത്. ഓക്കെ അല്ലേ? ഒരു ചോദ്യം കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. CADBE എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. ഒരു ചോദ്യം കൂടി നോക്കിയിട്ട് നമ്മൾ നിർത്തുകയാണ്. 15ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാമത്തേതിന് കാര്യമെന്നും രണ്ടാമത്തേതിന് കാരണമെന്നും പേര് നൽകിയിരിക്കുന്നു. കാര്യം, കാരണം. പച്ചമലയാള പ്രസ്ഥാനം രൂപപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കളരിയാണ് എന്ന വാദം അടിസ്ഥാനരഹിതമാണ്. കൃഷ്ണഗാഥയിൽ പച്ചമലയാള പദങ്ങൾ കാണുന്നുണ്ട്. പച്ചമലയാള പ്രസ്ഥാനം രൂപം കൊടുത്തത് ആരാ മക്കളെ? കൊടുങ്ങല്ലൂർ കളരിയാണോ? പച്ചമലയാള പ്രസ്ഥാനം രൂപപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കളരിയാണ് എന്ന വാദം അടിസ്ഥാനരഹിതമാണ്. അതായത് ഈ വാദം തെറ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാനരഹിതമാണ് എന്ന് വെച്ചാൽ തെറ്റാണ്. ഈ വാദം തെറ്റാണ് എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കാര്യം ശരിയാണോ? അല്ല, ഈ കാര്യം തെറ്റാണ്. കാരണം പച്ചമലയാള പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിരിക്കുന്നത് കൊടുങ്ങല്ലൂർ കളരി തന്നെയാണ്. കൊടുങ്ങല്ലൂർ കളരി വെൺമണി കളരിയിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്? കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ നല്ല ഭാഷയൊക്കെ കടന്നു വരുന്നത്, പച്ചമലയാളം വരുന്നത് എവിടെ നിന്നാണ്? കൊടുങ്ങല്ലൂർ കളരിയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ കാര്യം തെറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി.
കാര്യം തെറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. ആ ഉറപ്പ് വെച്ചിട്ട് കൃഷ്ണഗാഥയിൽ പച്ച മലയാള പദങ്ങൾ കാണുന്നുണ്ട്, ഉണ്ടോ? ധാരാളം പദങ്ങൾ ഉണ്ടല്ലേ കൃഷ്ണഗാഥയിലെ. പച്ച മലയാളത്തില് സംസ്കൃതത്തിന്റെ ഇത് കടന്നു വരാത്ത ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാറുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ നമുക്ക് അത്ര ഉറപ്പില്ല. നമ്മളൊരു 50% ചാൻസിലാണ് നിൽക്കുന്നത് പലരും. ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല സംസ്കൃത പദങ്ങൾ ഇല്ലേ, പക്ഷെ സംസ്കൃത പദങ്ങൾ ഇല്ല ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പച്ച മലയാള പദങ്ങൾ കാണുന്നുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ശരിയാണ്, ധാരാളം പച്ച മലയാള പദങ്ങൾ ഉണ്ട്. ഓക്കെ, ഇതൊരു 50% നമ്മൾ ഡൗട്ടിൽ നിർത്താണ്. എങ്കിലും നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. കാര്യവും കാരണവും ശരി. കാര്യം തെറ്റാ, അപ്പൊ തന്നെ ഇത് നമുക്ക് വെട്ടിക്കളയാം. കാര്യവും കാരണവും ശരി, അപ്പൊ ഇതും വെട്ടിക്കളയാം അല്ലെ. കാര്യം ശരി, ഇതും പോയി. കാര്യം തെറ്റാണെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. കാര്യം തെറ്റ്, എന്നാൽ കാരണം ശരി. കിട്ടിയില്ലേ ഉത്തരം? കാര്യം തെറ്റ് എന്നാൽ കാരണം ശരി. ഇങ്ങനെയും ക്വസ്റ്റ്യന്റെ ട്രിക്ക് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് എന്നൊക്കെ പറയും. ഒരെണ്ണം കിട്ടിയാൽ ഓപ്ഷൻ നോക്കാൻ നമ്മൾ പറയും. അങ്ങനെ നോക്കിയാലും നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടില്ലേ മക്കളെ? കിട്ടും. അപ്പൊ 15 ചോദ്യങ്ങൾ, ആദ്യം 5 ചോദ്യങ്ങൾ നോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു മണിക്കൂർ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്. ഗുഡ് നൈറ്റ്.